അടുത്തതാണ് ബയോമാഗ്നിഫിക്കേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ചില ടോക്സിക് സബ്സ്റ്റൻസുകൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് വരുന്ന ചില ടോക്സിക് സബ്സ്റ്റൻസുകൾ, അതാ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളിൽ ചില ടോക്സിക് സബ്സ്റ്റൻസുകളുണ്ട്. ആ സബ്സ്റ്റൻസുകൾ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അക്വാട്ടിക് ഫുഡ് ചെയിനിലൂടെ കടന്നു പോകും. സോ ഇൻഡസ്ട്രിയൽ വേസ്റ്റിലുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ അക്വാട്ടിക് ഫുഡ് ചെയിനിലൂടെ കടന്നു പോകുന്നതിനെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഓരോ ട്രോഫിക് ലെവലിലും ഫുഡ് ചെയിനിലെ ഓരോ ട്രോഫിക് ലെവലിലും ഈ ടോക്സിക് സബ്സ്റ്റൻസസ് എക്യുമുലേറ്റ് ചെയ്ത് സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് പാസ് ഓൺ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോമാഗ്നിഫിക്കേഷൻ. സോ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻറ്റ് അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽസ്. സോ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് വരുന്ന ആ ടോക്സിക്കൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അതിൻ്റെ അടുത്തടുത്തുള്ള സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോമാഗ്നിഫിക്കേഷൻ. സോ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻ അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽസ്. സോ ഓരോ ട്രോഫിക് തലങ്ങളിലും ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റിലെ ആ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരുമ്പോൾ അത് ബയോമാഗ്നിഫിക്കേഷൻ അഥവാ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത്? ഓരോ സക്സസീവ് ട്രോഫിക് ലെവലിൽ വരുന്നതോടും എന്തിനാണ് ഈ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്തുകൊണ്ടാണ് കൂടുന്നത്? അതിന് കാരണം ഇറ്റ് ഈസ് ബിക്കോസ് എ ടോക്സിക് സബ്സ്റ്റൻസ് എക്യുമുലേറ്റഡ് ബൈ എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ വന്നു ചേരുന്ന ആ ടോക്സിക് സബ്സ്റ്റൻസ് എക്യുമുലേറ്റഡ് ആവുന്നു ആൻഡ് കനോട്ട് ബി മെറ്റബോളൈസ്ഡ്. അത് ഒരിക്കലും മെറ്റബോളൈസ്ഡ് ആവുന്നില്ല അതിൽ, ബിക്കോസ് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഈ ടോക്സിക് സബ്സ്റ്റൻസിന് യാതൊരു തരത്തിലുള്ള മെറ്റബോളിസവും സംഭവിക്കുന്നില്ല. അതുമാത്രമല്ല ഇറ്റ് കനോട്ട് ബി എക്സ്ക്രീറ്റഡ്, അത് അവരുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഓരോ ട്രോഫിക് തലങ്ങളിലേക്ക് എത്തുന്നതോറും ഈ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ്? ആ ടോക്സിക് സബ്സ്റ്റൻസ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ എക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആ ടോക്സിക് സബ്സ്റ്റൻസ് അവരുടെ ബോഡിയിൽ വെച്ച് മെറ്റബോളിസവും നടക്കില്ല, അത് അവരുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് എക്യുമുലേറ്റഡ് ആയിട്ട് സക്സസീവ് ട്രോഫിക് ലെവലിലേക്ക് അത് കൈമാറുന്നു. അതിനെയാണ് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അതിന് ഒരു എക്സാമ്പിൾ പറയണത് ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് DDT. സോ മെർക്കുറി DDT ഒക്കെ ഇതുപോലെ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ നടക്കുന്നതിന് എക്സാമ്പിൾസ് ആണ് ഇതിൻ്റെ കേസിലൊക്കെ. സോ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് DDT ഇൻ എൻ അക്വാട്ടിക് ഫുഡ് ചെയിൻ. ഒരു അക്വാട്ടിക് ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ DDTയുടെ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോമാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നു നോക്കാം. സോ ആദ്യം വാട്ടർ. സോ വാട്ടറിൽ ആ DDTയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.003 പാർട്സ് പെർ ബില്യൺ ആണ്. പാർട്സ് പെർ ബില്യൺ ബി. സോ വാട്ടറിലെ DDTയുടെ കോൺസെൻട്രേഷൻ അത്ര കുറവായിരുന്നു. എത്രയാണ്? 0.003 പാർട്സ് പെർ ബില്യൺ. എന്നാൽ ആ വാട്ടറിൽ നിന്ന് അതിലുള്ള താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ വാട്ടറിൽ സർവൈവ് ചെയ്യുന്ന സൂപ്ലാങ്ക്ടൻസ്, അവിടുത്തെ ഹാബിറ്ററ്റിലുള്ള സൂപ്ലാങ്ക്ടൻസിൻ്റെ ബോഡിയിലേക്ക് ഈ വാട്ടറിൽ DDT എത്തുമ്പോൾ എങ്ങനെയാണ്? അവിടുത്തെ DDTയുടെ കോൺസെൻട്രേഷൻ 0.04 പാർട്സ് പെർ മില്യൺ ആയി. സോ 0.003 പാർട്സ് പെർ ബില്യൺ വാട്ടറിൽ DDTയുടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെയുള്ള സൂപ്ലാങ്ക്ടൻ്റെ ബോഡിയിൽ എത്തുമ്പോൾ എത്രയായി? DDT കൂടി, വളരെയധികം കൂടി, 0.04 പാർട്സ് പെർ മില്യൺ ആയി. പിന്നെ ഈ സൂപ്ലാങ്ക്ടനെ കൺസ്യൂം ചെയ്യുന്ന സ്മോൾ ഫിഷുകളാണെങ്കിൽ ആ സ്മോൾ ഫിഷിൻ്റെ ബോഡിയിലുള്ള DDTയുടെ കോൺസെൻട്രേഷൻ നോക്കൂ, 0.5 പാർട്സ് പെർ മില്യൺ. സോ ഒന്നും കൂടിയും ഇൻക്രീസ്ഡ് ആയി, എക്യുമുലേറ്റഡ് ആയിട്ട് കോൺസെൻട്രേഷൻ കൂടി. ഇനി സ്മോൾ ഫിഷിനെ കൺസ്യൂം ചെയ്യുന്ന ലാർജ് ഫിഷുകൾ, സോ അവരുടെ ബോഡിയിലേക്ക് ഇതേ DDTയുടെ കോൺസെൻട്രേഷൻ നോക്കിയേ, 2 പാർട്സ് പെർ മില്യൺ. സോ 0.5 നിന്ന് 2 പാർട്സ് പെർ മില്യൺ. ഇനി ഈ ലാർജ് ഫിഷിനെ ഫൈനലി കൺസ്യൂം ചെയ്യുന്ന ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ ബോഡിയിൽ എത്തിയപ്പോഴേക്കും ആ DDTയുടെ കോൺസെൻട്രേഷൻ നോക്കിയേ, 5 പാർട്സ് പെർ മില്യൺ. സോ 2ൽ നിന്ന് 5. സോ ഇതുപോലെ
ഈ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഓരോ ട്രോഫിക് തലങ്ങളിലേക്കും കൂടിക്കൂടി വരുമ്പോഴാണ് നമ്മളതിനെ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ വാട്ടർ ലൈനിൻ്റെ DDT 0.003 പാർട്സ് പെർ ബില്യൺ ആയിരുന്നു. ആ 0.03 പാർട്സ് പെർ ബില്യണിൽ നിന്ന് സൂപ്ലാങ്ക്ടണിലേക്ക് എത്തിയപ്പോൾ അവിടെ 0.03യിൽ നിന്ന് എത്രയും 0.04 പാർട്സ് പെർ മില്യൺ ആയി മാറി. അവിടെ നിന്ന് സ്മോൾ ഫിഷിൻ്റെ ബോഡിയിലെത്തിയപ്പോൾ അത് ഈ 0.4ൽ നിന്ന് എത്രയും 0.5 പാർട്സ് പെർ മില്യൺ. അവിടെ നിന്ന് ഫിഷിൽ നിന്ന് ലാർജ് ഫിഷിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ കോൺസെൻട്രേഷൻ കൂടി 0.5ൽ നിന്ന് 2 പാർട്സ് പെർ മില്യൺ ആയി. ഫൈനലി ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ അവിടുന്ന് 2 ppm നിന്ന് എത്രയും DDT 5 ppm പാർട്സ് പെർ മില്യൺ. സോ ഇവഞ്ച്വലി മേ ബി ഈ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ ബോഡിയിലേക്ക് 25 പാർട്സ് പെർ മില്യൺ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. സോ അധികം കോൺസെൻട്രേഷനിൽ എക്യുമുലേറ്റ് ചെയ്ത് ഓരോ ട്രോഫിക് തലങ്ങളിലേക്കും അത് കൈമാറി വരുന്നു. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതുമൂലം ഈ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിന് എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ ബോഡിയിൽ കാൽസ്യം മെറ്റബോളിസം, ആ ബേർഡ്സിൻ്റെ ബോഡിയിൽ കാൽസ്യം മെറ്റബോളിസം ഡിസ്റ്റർബ്ഡ് ആവുന്നു, തകരാറിലാവുന്നു. സോ ബേർഡ്സിൻ്റെ ബോഡിയിൽ കാൽസ്യം മെറ്റബോളിസം തകരാറാവുന്നു. അതുപോലെ ബേർഡ്സിൻ്റെ എഗ് ഷെല്ല്, അവരുടെ എഗ്ഗിലുള്ള ഷെല്ല് തിന്നാവുന്നു, വളരെ കനം കുറയാൻ തുടങ്ങുന്നു. സോ തിൻ എഗ് ഷെല്ല് ഉണ്ടാവുന്നു. കാൽസ്യം മെറ്റബോളിസം തകരാറിലാവുന്നത് കൊണ്ടാണ് അവരുടെ എഗ് ഷെല്ല് തിന്നാവുന്നത്. അതുപോലെ തന്നെ അവർക്ക് പ്രീമേച്ചർ, ആ എഗ്ഗ് പ്രീമേച്ചറായിട്ട്, ബിക്കോസ് കാൽസ്യം ഇല്ല, കാൽസ്യം മെറ്റബോളിസം തകരാറിലാവുന്നതുകൊണ്ട് ഷെല്ലിൻ്റെ കനം കുറയുന്നു, തിന്നാവുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഉറപ്പില്ലാത്തതുകൊണ്ട് പ്രീമേച്ചറായിട്ട് ബ്രേക്കിംഗ്, സോ പ്രീമേച്ചർ ബ്രേക്കിംഗ് നടക്കുന്നു. ഇവഞ്ച്വലി ആ ബേർഡിൻ്റെ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങുന്നു, ഡിക്ലൈൻ ഇൻ ബേർഡ് പോപ്പുലേഷൻ. സോ ബയോമാഗ്നിഫിക്കേഷൻ്റെ ഇഫക്റ്റ് നമ്മൾ ഇവിടെ ഹയർ ട്രോഫിക് ലെവൽ ഇവിടെ കാണിച്ച ആ അക്വാട്ടിക് ഫുഡ് ചെയിനിൽ ഫിഷ് ഈറ്റിംഗ് ബേർഡ് വരെയാണ് കാണിച്ചേക്കുന്നത്. സോ ഈ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിൽ വരുന്ന സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. കാൽസ്യം മെറ്റബോളിസം ഇല്ലാണ്ടാവുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എഗ് ഷെല്ല് തിന്നാവുന്നു. എഗ് ഷെൽ തിന്നാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രീമെച്യൂറായിട്ട് ബ്രേക്കിംഗ് നടക്കുന്നു എഗ്ഗിന്. അതുകൊണ്ട് തന്നെ അവരുടെ ബേർഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡിക്ലൈൻ ആവുന്നു. വളരെയധികം ഈ ബേർഡിൻ്റെ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങുന്നു. ഇതാണ് ബയോ മാഗ്നിഫിക്കേഷൻ അഥവാ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ.